ഹലോ ഗായ്സ്, അപ്പോൾ ഇത് ഇന്നിവിടെ ആരും ഇല്ല കേട്ടോ. ഉമ്മയൊക്കെ പുറത്ത് പോയിക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉമ്മായുമായിട്ടാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഉമ്മ ഇല്ലാത്തതുകൊണ്ട് എന്തോ ഒരു ശൂന്യതയാണ് കേട്ടോ. ഞാൻ കുറേ സമയം കിടന്ന് ഉറങ്ങി എണീച്ച് വിചാരിച്ചൊരു വ്ളോഗ് ചെയ്യാമെന്ന്, ഒരു വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഈ ഹാളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്തോ ഒരു ശൂന്യതയാണ് കേട്ടോ താഴെ ഇരിക്കുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അടുത്തോട്ട് പോകുമ്പോഴത്തേക്ക് ഈ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ നല്ല വെയിലാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിലായതുകൊണ്ട് തന്നെ നല്ല രസമാണ് അവിടെ നിൽക്കാൻ. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ ജനലിൻ്റെ അടുത്ത് നിന്ന് അങ്ങനെ കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇവിടെ നിൽക്കാറുണ്ട്. അങ്ങനെ വെയിലൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം അത് വോയിസ് ക്ലിയർ ആവത്തില്ല, നിങ്ങൾക്ക് അത് കേൾക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഞാൻ ക്യാമറയിൽ കൂടെ പറയുമ്പോൾ ഞാൻ അല്ലാതെ ഒന്നും കൂടെ പറയുകയാണ്. ഇവിടുത്തെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കിച്ചൻ്റെ ഭാഗത്താണ് കേട്ടോ ഞാൻ ഇപ്പം നിൽക്കുന്നത്. നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. പിന്നെ അപ്പുറത്തുനിന്ന് എന്തോ ഒരു മലക്കറിക്കകത്തിടുന്ന എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പം ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് സാമ്പാർ വെക്കാനും എല്ലാം വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അപ്പുറത്ത് പിടിച്ചത് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കപ്പലണ്ടി കേട്ടോ. കപ്പലണ്ടി എനിക്ക് എന്നും ഫേവറേറ്റ് ആണ്. അപ്പം ഞാൻ ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് കപ്പലണ്ടിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞാണ് ഓർത്തത്, സാധാരണ ഉമ്മ മുറ്റമൊക്കെ തൂക്കും കേട്ടോ. ഇന്ന് ഞാനാണ് മുറ്റം തൂക്കാൻ പോകുന്നത്. അപ്പം ചൂല് എവിടെയെന്ന് കണ്ടുപിടിക്കാനുള്ള ടാസ്ക്കാണ് കേട്ടോ. അപ്പം ഇതാണ് ഇവിടുത്തെ കോഴി. അപ്പം ചൂല് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പാപ്പായുടെ ഓട്ടോ. അപ്പം അതിൻ്റെ പേരാണ് കേട്ടോ ബാക്കിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് വേറെ എന്തൊക്കെയോ ആയിട്ടൊക്കെ തോന്നും. പക്ഷേങ്കിൽ അതിൻ്റെ പേര് എഴുതി വെച്ചേക്കാണ്. അപ്പം നമ്മുടെ ചൂല് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി നമുക്ക് തുടങ്ങാം. അപ്പം ചൂലൊക്കെ ആയിട്ട് ഞാൻ തൂക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഇവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാനുണ്ട്. അങ്ങനെ ഞാൻ പാടുമായിട്ട് തൂത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ആകെ ഇത്തിരി മിറ്റേ ഉള്ളൂ, എങ്കിലും എനിക്കങ്ങ് മടിയാണ് തൂക്കാനൊക്കെ. അങ്ങനെ തൂത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. ഫേസിൽ നമ്മുടെ മൂക്കാണ് മെയിൻ പാർട്ടെന്ന് പറയുന്നത്. കാരണം മൂക്കിൻ്റെ ഒരു ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഫുള്ള് മാറും. അപ്പം ഞാൻ എപ്പോഴും ക്യാമറയ്ക്കകത്തും അതേപോലെ തന്നെ മിററിലൊക്കെ നോക്കിയിട്ട് എൻ്റെ മൂക്ക് ഇങ്ങനെ മാറ്റാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഡോറൊക്കെ അടച്ചിട്ട് പോകാൻ ആരും ഇല്ലാത്തില്ല. അപ്പം നമ്മൾ എപ്പോഴും കുളിക്കാനൊക്കെ പോകുന്നതിന് മുമ്പ് ഡോറൊക്കെ അടച്ച് എല്ലാം ഭദ്രമാക്കിയിട്ട് പോകണമെന്ന് ഉമ്മ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം അടച്ച് ഇനി കുളിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. കുളിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു ടൈമായി. കുളിച്ച് അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് എല്ലാം കഴിഞ്ഞ് സന്ധ്യയായി കേട്ടോ. പിന്നെ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ബാറ്റാണ് കേട്ടോ എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാനേ പറ്റത്തില്ല, എപ്പോഴും കൊതുകാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു ബാറ്റിൽ നിന്ന് ലൈറ്റ് വരുന്ന കാണാൻ നല്ല രസമാണ്. കാരണം ഈ കൊതുക് നമ്മളിങ്ങനെ ക്രിക്കറ്റ് അടിക്കുന്ന പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ലൈറ്റ് വരുന്നതാണ് നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇങ്ങനെ ഇതും കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പം ഉമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 8-9 മണിയൊക്കെ ആകുമായിരിക്കും. അപ്പോഴത്തേക്ക് 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വാപ്പ വന്നിട്ടുണ്ട് കേട്ടോ. വാപ്പയ്ക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ വാപ്പ കിടന്ന് ഉറങ്ങുവാണ്. ഉമ്മ കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എനിക്കൊരു ചോക്ലേറ്റും അതേപോലെ തന്നെ ഈ ചോക്ലേറ്റ് എനിക്ക് ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പം അതൊക്കെ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദോശയും ബീഫ് കറിയാണ് കേട്ടോ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പം നല്ല ദോശയും ബീഫ് കറിയൊക്കെയാണ്. എല്ലാവരും ക്ഷീണം കൊണ്ട് കിടന്ന് കേട്ടോ. അപ്പം ഞാൻ മാത്രം ഇങ്ങനെ ദോശയും കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട